ഞാനിന്ന് എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും വണ്ടികളുണ്ടാവും. അപ്പോൾ കാറുകളുള്ള ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, വണ്ടികളുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞുതരാം. അതിൻ്റെ അങ്ങനെ ചെയ്യുന്ന കൊണ്ടുള്ള എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് എന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രസൻ്റ് ആയിട്ട് തന്നെ അറിയാൻ കിട്ടും അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ റെസ്പോൺസ് കിട്ടും. നിങ്ങളത് ഞാൻ പറയുന്ന കണക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ എൻ്റെ കമൻറ്റിലിടണം. അതിന് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും മസ്റ്റ് കമൻറ്റിലിടണം. ഐ ആം ഷുവർ ഓഫ് ദാറ്റ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തായാലും നല്ലൊരു ഉപകാരമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ. അപ്പം ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം മോഡേൺ വണ്ടികളിലെല്ലാം ഇതിൻ്റെ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എത്ര കത്തുന്നുണ്ട്, അതിലെന്തൊക്കെ ഇത് പുറത്തോട്ട് എന്തൊക്കെ ടോസിക്ക് പോകുന്നുണ്ട്, അതിലെങ്ങനെയാണ് പോകുന്നത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സംഗതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന സാധനമാണ് ഇതിനെ പറയുന്ന ഓട്ടോ സെൻസർ എന്നാണ്. ഓക്കെ, ചില വണ്ടികൾ ഒരെണ്ണം ഉണ്ടാവും, ചില വണ്ടികൾ രണ്ടെണ്ണം ഉണ്ടാവും. ഇത് ഓട്ടോ സെൻസറാണെന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ കെയർഫുള്ളി ആയിട്ട് ചെയ്യുകയും വേണം. ചുമ്മാണ്ട് എങ്ങനെയും ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഈ സാധനം ഊരിയെടുക്കാനായിട്ട് ഇത് ഊരിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചല്ല ഇത് ഊരുന്നതെങ്കിൽ ഇത് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനാദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഊരാൻ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ തലേ ദിവസം വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഇതിലെന്ത് ചെയ്യണം, ലൂബ്രിക്കേഷൻ, അതായത് W40 അങ്ങനെ എന്തെങ്കിലും ലൂബ്രിക്കേറ്റ് ആവാനുള്ള ഇത് അടിച്ച് വെക്കണം. അടിച്ച് ഇതിൻ്റെ ബേസിൽ വെച്ചാൽ മാത്രമേ നമുക്കിത് കൂളായിട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അടിച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു 30,000 കിലോമീറ്ററിന് ശേഷം 30,000 കിലോമീറ്ററിന് മുകളിലോട്ട് ഓടിയ വണ്ടിയൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് കെമിക്കൽ അടിച്ച് വെക്കുക. അത് എല്ലാ വണ്ടിയിലൊന്നും ഇത് അങ്ങനെ ഡാമേജ് ആവുന്നില്ല. ഡാമേജ് എന്നല്ല ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കെമിക്കൽ അടിച്ച് വെക്കുക. കെമിക്കൽ അടിച്ച് വെച്ചിട്ട് നോക്കൂ, ഇത് ഇളക്കാനായിട്ട് കുറച്ച് സ്പെഷ്യൽ ടൂൾ കിട്ടും. എനിക്കൊരു 100% എനിക്ക് എന്തിലൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് കാണിച്ചു തരുന്നത്. എനിക്ക് ആ ഉറപ്പുണ്ട്, ആ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കം ടു പോയിന്റ് സബ്ജക്റ്റിലോട്ട് വരാം. അപ്പോൾ നോക്കൂ, ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ടൂൾ മേടിക്കാൻ കിട്ടും. ഈ ടൂൾ ഉണ്ടെങ്കിൽ നമുക്കിത് അധികം ബുദ്ധിമുട്ടില്ലാതെ കൂളായിട്ട് നമുക്ക് ഈ സംഗതി ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ടൂള് നമുക്ക് ഇതിനകത്ത് കണ്ട ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നോക്കൂ, ഇത് കണ്ട പെർഫെക്റ്റ് അലൈനാണ്. കണ്ട, ഇതുകൊണ്ട് തിരിച്ച് നമുക്ക് കൂളായിട്ട് ഈ സാധനത്തിന് ഇളക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ലൂബ്രിക്കേറ്റ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഒരു വിഷയമേ അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇത് എവിടെ ഇരിക്കുന്നത് നോക്കൂ. ഈ വണ്ടിയിൽ കണ്ടോ, ഈ വണ്ടിയിൽ നമ്മൾ സൈലൻസറിലോട്ട് സൈലൻസറിലോട്ട് കയറുന്ന ആ പോർഷനിലാണ് ഇതായിരിക്കുന്നത്. കാണുന്നുണ്ടോ, ഞാൻ കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വരുന്നത്. എല്ലാ വണ്ടിയിലും ഓൾമോസ്റ്റ് അവിടെ അല്ലെങ്കിൽ അങ്ങ് ബാക്കിലോട്ടായിരിക്കും വരുന്നത്. അപ്പം ഇത് ഇളക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എത്തനോൾ എന്ന് പറഞ്ഞാൽ, അതായത് യാതൊരുവിധ കെമിക്കലും യൂസ് ചെയ്യില്ല. നമ്മൾ എത്തനോൾ മേടിക്കാൻ കിട്ടും. അതായത് നമ്മൾ പറയുന്ന സ്പിരിറ്റ്, അതിൽ വേറെ ഒന്നും കെമിക്കലൊന്നും ആഡ് സ്പിരിറ്റ്, അതിൽ ഈ സാധനത്തിന് ഒരു 5 മണിക്കൂർ ടു 5 to 6 hours മുക്കി വയ്ക്കുക. അതിലങ്ങ് കഴുകുകയൊന്നും വേണ്ട, അതിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് നല്ല പച്ച വെള്ളത്തിൽ നല്ല രീതിയിൽ ഇത് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിനെ എയർ അടിച്ച് നല്ല രീതിയിൽ ട്രൈ ആക്കണം. വെള്ളത്തിൻ്റെ അംശം ഒന്നും നിൽക്കാതെ ഇതിനെ നല്ല രീതിയിൽ ട്രൈ ആക്കിയിട്ട് ഇത് ഇളക്കുമ്പോൾ വളരെ കെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ കെയർഫുള്ളി നല്ല രീതിയിൽ ഇതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇതിനെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വണ്ടി ഓടിച്ച് നോക്കണം. നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. നിങ്ങൾ മസ്റ്റ് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായും എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തായാലും ശരി, മസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ട, ഒരു വണ്ടി എടുത്ത് 20,000 കിലോമീറ്ററിനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഒരു സുഖമുണ്ടായിരുന്നോ അതിൽ നിന്ന് ചിലപ്പം കുറച്ച് കിലോമീറ്ററോടെ ഓടുമ്പോൾ കുറേ മാറ്റങ്ങൾ എല്ലാ വണ്ടികളിലും വരാറുണ്ട്. അത് നോർമലാണെന്ന് നിങ്ങൾ കരുതണ്ട. പക്ഷേ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് ആ വണ്ടിക്ക് എത്ര കണ്ട് നിങ്ങൾ ഹാപ്പിയാണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി ഉപകാരപ്പെടും. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.